പ്രളയജലത്തിലകപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിച്ച ശേഷം മരണത്തിന്റെ ആഴങ്ങളിലേക്ക് പോയ രാജേഷിന്റെ വിയോഗ വാർത്തയുടെ ഞെട്ടൽ മാറാതെ കുടുംബവും നാട്ടുകാരും. രാജേഷിന്റെ സ്വപ്നമായ വീട് പണി ഉൾപ്പെടെ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാരും നാട്ടുകാരും. സാഹസികത എന്നും ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ് തിരുവനന്തപുരം നേമം കല്ലൂർ സ്വദേശിയായ രാജേഷ്. ഏത് ദുരന്തമുഖത്തും ആരു വിളിച്ചാലും മടിച്ചിരിക്കാതെ ഓടിയെത്തും. പ്രാരാബ്ദങ്ങൾക്കിടയിലും മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു രാജേഷ് ജീവിച്ചത്. കഴിഞ്ഞ പ്രളയകാലത്തും വയനാട് ദുരന്തമുഖത്തും രക്ഷാപ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നിരുന്നു രാജേഷ്. സാഹസിക കായിക ഇനമായ റപ്ലിംഗ് പരിശീലകനായ രാജേഷ് അഡ്വഞ്ചർ ഡിസാസ്റ്റർ സൊസൈറ്റി അംഗം കൂടിയാണ്. ത്രോബോൾ ദേശീയ ടീം അംഗവും NCC കേഡറ്റുകളുടെ ട്രക്കിംഗ് പരിശീലകനുമായിരുന്നു. 1 മാസം മുൻപാണ് കണ്ണൂരിലേക്ക് പരിശീലകനായി എത്തിയത്. 6 തലച്ചെത്തിയ പേമാരി കണ്ണൂരിൽ നാശം വിതച്ച സമയം. മുട്ടോളം വെള്ളം, പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. റെസ്ക്യൂ ടീം അംഗങ്ങൾക്കൊപ്പം രാജേഷും രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളിത്തുരത്തിൽ ഒറ്റപ്പെട്ടുപോയ ആളുകളെ രക്ഷിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ ബെന്നിയുടെ വിളി കേട്ടു. കുത്തിയൊലിക്കുന്ന പുഴയിൽ ഇറങ്ങരുതെന്ന് സഹപ്രവർത്തകർ പറഞ്ഞിട്ടും അത് കേൾക്കാൻ തയ്യാറാകാതെ രാജേഷ് ഇറങ്ങി. വനത്തിൽ ഉരുൾപൊട്ടിയതറിയാതെ കൃഷിയിടത്തിൽ അകപ്പെട്ട ബെന്നിയെ രാജേഷ് തന്റെ ജാക്കറ്റ് ഊരി നൽകി ഇക്കരെ എത്തിച്ചു. 40 മീറ്ററോളം വീതിയുള്ള പുഴ കടന്ന് കരയ്ക്ക് കയറി തിരിഞ്ഞു നോക്കിയപ്പോഴാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടതറിഞ്ഞത്. പിന്നെ കണ്ടത് മരണത്തിന്റെ ആഴങ്ങളിലേക്ക് രാജേഷ് പോകുന്ന വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു രാജേഷ്. ദുരന്തമുഖങ്ങൾ അതിജീവിച്ച് തിരിച്ചു വരുമെന്ന് വിചാരിച്ച കുടുംബത്തിന് രാജേഷിന്റെ വിയോഗം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. സ്വന്തമായി വീടെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് രാജേഷ് മടങ്ങുന്നത്. കടബാധ്യതകൾ തീർത്ത് വീടുപണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാണ് രാജേഷ് പോയതെന്ന് അമ്മ ഗീത പറഞ്ഞു. എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ ഞങ്ങളെല്ലാം സഹായിക്കാനും ഞങ്ങളെ നോക്കാനും എല്ലാത്തിനും മോൻ കടം തീർക്കാനും ഞങ്ങളെ നോക്കാനും വേണ്ടി പോയതാണ്. ഞങ്ങൾക്ക് ഇനി ആരുമില്ല, ഈ ഒരു മോനാണ് ഉണ്ടായിരുന്നത്. ഒരു മോൻ ഇഷ്ടപ്പെട്ട് 2 വർഷമായതേ ഉള്ളൂ. കടബാധ്യതയല്ല ഞങ്ങളെ നോക്കാൻ വേണ്ടി പോയത്. വിളിച്ചപ്പോഴും പറഞ്ഞു, അമ്മ ഞാൻ കടം തീർക്കാൻ വേണ്ടി വന്നതാണ്, വീട് പണിക്കും എല്ലാത്തിനും വേണ്ടി വന്നതാണ് അമ്മ, ഞാൻ ജോലിക്കും. അച്ഛൻ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മക്കൾക്കും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. രാജേഷ് ചേട്ടനാണ് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ആശ്രയം. ഞങ്ങൾക്കിനി ആരുമില്ല സർ. ഒരുപാട് കടമുണ്ട്. എൻ്റെ രാജേഷ് ചേട്ടൻ എപ്പോഴും പറയും, രക്ഷപ്പെടുടി, നമ്മൾ രക്ഷപ്പെടുമെന്ന്. മൃതദേഹം കല്ലിയൂരിലെ വീട്ടിലെത്തിച്ചപ്പോൾ മുഖം കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞ രാജേഷിന്റെ മക്കളുടെയും ഭാര്യയുടെയും കണ്ണീർ കണ്ടു നിന്നവർക്ക് തീരാവേദനയായി. ലൈഫ് മിഷൻ വഴി കിട്ടിയ വീടിന്റെ പണി പൂർത്തിയാക്കാൻ സർക്കാർ സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. നമ്മൾ കണ്ണൂർ ചെറുപുഴയിൽ പ്രളയജലത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം കല്ലൂർ സ്വദേശിയും ദുരന്ത രക്ഷാപ്രവർത്തന പരിശീലകനുമായ രാജേഷിന്റെ വിയോഗം വലിയ വേദനാജനകമാണ്. മുൻപും പ്രളയകാലത്ത് ഇദ്ദേഹം ഈ ദുരന്തമുഖങ്ങളിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ജീവൻ തണവൽഗണിച്ചാണ് അദ്ദേഹം മറ്റൊരാൾക്ക് ജീവന്റെ വെളിച്ചം നൽകിയത്. രാജേഷിന്റെ കുടുംബാംഗങ്ങളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന് സംസ്ഥാനത്തിന്റെ ബഹുമതി, സ്റ്റേറ്റ് ഓണർ അദ്ദേഹത്തിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പൂർത്തിയാകാത്ത വീട് പൂർത്തിയാക്കി കൊടുക്കാനും ഉള്ള തീരുമാനം. രാജേഷിന്റെ വീട്ടിലെത്തി മുഖ്യമന്ത്രി കുടുംബത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. മാത്രമല്ല, നാടിന്റെ നായകനായ രാജേഷിന് സർക്കാർ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾ നൽകിയാണ് യാത്രയാക്കിയത്. രാജേഷിന്റെ ധീരമായ ഓർമ്മകൾ അക്ഷരങ്ങളായി കോറിയിട്ട ഫ്ലെക്സ് ബോർഡുകൾ കല്ലിയൂരിലും പരിസരത്തും സുഹൃത്തുക്കൾ ഒരുക്കിയിരുന്നു. മറ്റൊരാളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും മറന്ന് ധീരന് നിങ്ങളുടെ പുഞ്ചിരി എന്നും ഞങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കും. കേരളത്തിന്റെ മനസ്സിലും ഇതേ വാക്കുകളും രാജേഷിന്റെ പുഞ്ചിരിയും മായാതെ നിൽക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.